കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖില, നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖില, നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം. എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം. എൻ കർത്താവിൻ
മഹത്വം ആർക്കു വർണ്ണിക്കാം. എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ചേർക്കണമേ. നിനക്ക് തുല്യനായി നീ മാത്രമേ യേശുവേ, നിനക്ക് തുല്യനായി നീ മാത്രമേ യേശുവേ, നീ മാത്രം യേശുവേ, പരിശുദ്ധനേ, നീ മാത്രം യേശുവേ, നിത്യപിതാവേ, ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ ഹൃദയം കൊണ്ട് ചേർന്ന് പാടാം. തിരുനാമം നീ മാത്രം യേശുവേ, ത്രിത്വൈക ദൈവമേ, ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം നീ മാത്രം യേശുവേ, ത്രിത്വൈക ദൈവമേ, ഓ നീ മാത്രം യേശുവേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, നീ മാത്രം യേശുവേ, രക്ഷിക്കുന്ന ദൈവമേ, നീ മാത്രം യേശുവേ, സ്തുതിക്കുന്നു നല്ലവനെ, നീ മാത്രം യേശുവേ, മഹോന്നതനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ നീ മാത്രം യേശുവേ, സ്നേഹം തന്നെയായ കർത്താവെ വണങ്ങുന്നു. മാത്രം യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം നീ മാത്രം യേശുവേ, വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുന്നു. ഓ നീ മാത്രം യേശുവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഓ പരിശുദ്ധൻ നീ മാത്രം, സത്യദൈവമായ യേശുവേ, സ്തുതികൾക്ക് യോഗ്യനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, നിത്യജീവനേ ആരാധന, പരിശുദ്ധനേ ആരാധന, സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമേ ആരാധന, ജീവൻ നൽകുന്ന സ്നേഹമേ ആരാധന, വിടുതൽ നൽകുന്ന ദൈവമേ ആരാധന, സുഖമാക്കുന്ന ശക്തിയെ ആരാധന, സ്നേഹം തന്നെയായ ദൈവമേ ആരാധന, ജീവിതത്തിന്റെ ആശ്രയമേ ആരാധന, പരിശുദ്ധനേ ആരാധന, പരിശുദ്ധനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, നിത്യജീവനായ കർത്താവേ ആരാധനയും സ്തുതിയും സ്തോത്രവും. എല്ലാ ദേശങ്ങളിലും എല്ലാ ഭാഷകളിലും അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ ദേശങ്ങളിലും എല്ലാ ജനതകളുടെ ഇടയിലും അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ ആരാധന, സ്തുതി, മഹത്വം. ഈശോയുടെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഇതാ മനുഷ്യനായി അവതരിച്ചവൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നു, നമ്മുടെ കുടുംബങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നു. എന്നെ തേടി വന്നവൻ, നിന്നെ തേടി വന്നവൻ, എനിക്കായി ജീവനും ജീവിതവും ബലിയർപ്പിച്ചവൻ, നിനക്കായി ജീവനും ജീവിതവും ബലിയർപ്പിച്ചവൻ ഇതാ നിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. തിരുവപ്പമായി, ദിവ്യകാരുണ്യരൂപനായി എന്നെന്നും ജീവിച്ചു വാഴുന്ന ഏകസത്യദൈവമായ ക്രിസ്തു, ഏകദൈവമായ ക്രിസ്തു, സത്യദൈവമായ ക്രിസ്തു, നന്മയായ ക്രിസ്തു ഇതാ നമ്മുടെ മുൻപിൽ. അവിടുത്തെ ഒന്ന് നോക്കുക. നമ്മിലാകെ അവിടുത്തെ ചൈതന്യം നിറയുന്നതായി അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിറഞ്ഞൊഴുകുന്ന അവിടുത്തെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക്, സമീപസ്ഥരുടെയും വിദൂരസ്ഥരുടെയും കുടുംബങ്ങളിലേക്ക് ഇപ്പോഴിതാ കിനിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അനുഭവിച്ച് വിശ്വാസത്തോടെ സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലേക്കും ഇതാ അവിടുത്തെ ചൈതന്യം പകരുന്നു. വിശ്വസിച്ച് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ വീണ്ടെടുക്കപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യമറിയും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് പങ്കുവെക്കപ്പെടുന്ന സന്ദേശം ഇതാണ്. നീ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. അപ്പോൾ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ സത്യം എന്താണെന്നറിയൂ. എന്താണ് സത്യം? കൈ കഴുകിക്കൊണ്ട് പീലാത്തോസ് അരമനയുടെ കൊത്തളത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എന്താണെന്ന് സത്യം? പക്ഷേ അതിന് മറുപടിക്ക് ചെവി കൊടുക്കാൻ തയ്യാറാകാതെ അവൻ കോട്ടക്കൊത്തളത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് കടന്നുപോയി. എന്താണ് സത്യം? യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അപ്പോൾ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം യേശു മിശിഹ, ഈശോ തമ്പുരാൻ, സത്യമായ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതൊരു പ്രക്രിയയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വിചാരങ്ങൾ കിട്ടും, ദൈവത്തിൻ്റെ ഹൃദയം കിട്ടും, ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടും. അപ്പോൾ നാം സത്യം എന്തെന്നറിയും, സത്യമായ യേശുക്രിസ്തുവിനെ അറിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സത്യത്തെ അറിയുന്ന നിമിഷം ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സത്യം നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ്? പാപമോചനവും നിത്യസൗഭാഗ്യവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപങ്ങളുടെ മോചനമാണ് രക്ഷ. അശുദ്ധിയുടെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. മരണത്തിൻ്റെ ആത്മാവ് മരിച്ചു പോകുന്നതിൻ്റെ ആത്മീയ മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഈ ദിവ്യ കൂദാശയിൽ നിന്ന് ഈശോ തമ്പുരാൻ നമ്മോട് പറയുകയാണ്, ഒന്ന്, വചനത്തിൽ നിലനിൽക്കുക, വിശുദ്ധ വചനത്തിൽ നിലനിൽക്കുക. എങ്കിൽ മാത്രമേ
ഞാൻ ഈശോയുടെ ശിഷ്യനോ ശിഷ്യയോ ആയി മാറുകയുള്ളൂ. വചനത്തിൽ നിലനിൽക്കണം, വചനത്തിൽ നിലനിൽക്കണം. വചനം വായിക്കണം, കേൾക്കണം, പഠിക്കണം, വചനമനുസരിച്ച് ജീവിക്കണം. അതാണ് വചനത്തിൽ നിലനിൽക്കുക. വചനത്തിൽ നിലനിൽക്കുമ്പോൾ സത്യം എന്തെന്നറിയും. അതായത് ഈശോ മിശിഹ ആരാണെന്നറിയാൻ പറ്റും. ഈശോയുടെ സ്വഭാവം, ഈശോയുടെ വിചാരം, ഈശോയുടെ വികാരങ്ങൾ, ഈശോയുടെ ചൈതന്യം എന്താണെന്നറിയാൻ, അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ചൈതന്യം അനുഭവിക്കുമ്പോൾ, സത്യം അറിയുമ്പോൾ, ഈശോയെ അറിയുമ്പോൾ ആ അനുഭവമാണ് സ്വാതന്ത്ര്യമായി പരിണമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബത്തെയും സ്വതന്ത്രമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം ഇതാണ്, സ്വാതന്ത്ര്യം പ്രാപിക്കുക. വചനത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ സുവിശേഷ പ്രവർത്തനം, മിഷൻ പ്രവർത്തനം. ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളും വചനം അനുഭവിച്ച് ഈശോയെ അറിഞ്ഞ് ആ വചനത്തിൽ നിലനിൽക്കുക. അതാണ് മിഷനറി അനുഭവം, മിഷൻ അനുഭവം, മിഷൻ പ്രവർത്തനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഓരോ കുടുംബത്തിലും ഈ മിഷൻ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓരോ കുടുംബത്തിലും നടത്തേണ്ട മിഷൻ പ്രവർത്തനം എന്താണ്? ഒന്ന്, നാം ഓരോരുത്തരും ഈശോയെ അനുഭവിച്ചറിയുക. വചനത്തിലൂടെയും കുദാശയിലൂടെയും ഈശോയെ അനുഭവിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, ആ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ ചൈതന്യത്തിനനുസരിച്ച് നമ്മെ തന്നെ പാപമില്ലാത്തവരായി സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, ഏതെങ്കിലും രീതിയിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ പാപത്തിൽ പെട്ടുപോയാൽ, പാപിയായി പോയാൽ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് പാപസങ്കീർത്തനം എന്ന കൂദാശ അനുഭവത്തിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മൂന്നുമാണ് ഒരു കുടുംബത്തിനുള്ളിൽ നടക്കേണ്ട മിഷൻ പ്രവർത്തനമെന്ന് ഇന്ന് ഈ വിശുദ്ധ കാരുണ്യം, ദിവ്യ കാരുണ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഈശോ നമ്മുടെ കുടുംബത്തിൽ മനുഷ്യനായി അവതരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം കുടുംബത്തിന് പുറത്ത് ചെയ്യേണ്ട മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്: ജീവിതത്തിൽ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. അവിടെ വലിയ തർക്ക തത്വശാസ്ത്രങ്ങളുടെ ആവശ്യമില്ല. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച നന്മ, നീ അനുഭവിച്ച ശാന്തി സമാധാനം, നീ അനുഭവിച്ച രക്ഷ, നീ അനുഭവിച്ച സ്വാതന്ത്ര്യം, നീ അനുഭവിച്ച വിടുതൽ, ആ വിടുതൽ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. അവരും നിന്നെ പോലെ വിശ്വാസികളായി മാറും. ലോകത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈശോയെ പങ്കുവെക്കാനായി ഇറങ്ങിച്ചെല്ലണം. മിഷണറിമാരായി ലോകത്തിൻ്റെ മലമടക്കുകളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും തെരുവോരങ്ങളിലും വനമേഖലകളിലേക്കുമെല്ലാം ജാതി വർണ്ണങ്ങൾ നോക്കാതെ എല്ലാ ജനതകളുടെ ഇടയിലേക്കും ഈശോയുടെ സ്നേഹവും കാരുണ്യവും പങ്കുവെക്കാൻ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ കുടുംബത്തിനുള്ളിൽ സുവിശേഷ പ്രവർത്തനം, മിഷണറി പ്രവർത്തനം, കുടുംബത്തിന് പുറത്ത് മിഷണറി പ്രവർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഏക സത്യ ദൈവമായ കർത്താവേ, ഏക സത്യ ദൈവമായ ഈശോ കർത്താവേ, മിശിഹ തമ്പുരാനെ, ഈശോ മിശിഹ തമ്പുരാനെ, എന്റെ കുടുംബത്തിൽ നിന്റെ പുതു ചൈതന്യമായി നിന്റെ പുതു ചൈതന്യമായി ഈ നിമിഷം പെയ്തിറങ്ങണമേ. ഈ നിമിഷം പെയ്തിറങ്ങണമേ. എന്റെ കുടുംബാംഗങ്ങളിൽ എന്റെ കുടുംബാംഗങ്ങളിൽ നിന്റെ അരൂപിയെ നിക്ഷേപിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ അരൂപിയെ പങ്കുവെക്കുന്ന മിഷണറിമാരാക്കണമേ. ഞങ്ങളുടെ ദേശത്ത് ദേശവാസികളുടെ ഇടയിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, തെരുവോരങ്ങളിൽ, മലമടക്കുകളിൽ, വനമേഖലകളിൽ, ദൂരങ്ങളിൽ, അകലങ്ങളിൽ, കർത്താവേ, നിന്റെ ചൈതന്യം പങ്കുവെക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ.
ഞങ്ങളെ മാറ്റണമേ, ഉടച്ചു വാർക്കണമേ. ഉടച്ചു വാർക്കണമേ. ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവത്തിന്റെ ഞങ്ങളെ ചൈതന്യമേ, ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഏറ്റവും വലിയ സമ്പാദ്യം ആത്മാക്കളുടെ രക്ഷയാണെന്ന് ആത്മാക്കളുടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏറ്റവും വലിയ ധർമ്മം, ഏറ്റവും വലിയ ധർമ്മം ആത്മാക്കളുടെ രക്ഷയെ പ്രതി ആത്മാക്കളുടെ രക്ഷയെ പരിശ്രമിക്കുന്നതാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിന്റെ അരൂപിയെ, ദൈവത്തിന്റെ അരൂപിയെ, ചൈതന്യമേ, ചൈതന്യമേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ. അഗ്നിനാളങ്ങളായി, അഗ്നിനാളങ്ങളായി, ആത്മനാളങ്ങളായി ആത്മനാളങ്ങളായി ഇപ്പോൾ പെയ്തിറങ്ങണമേ. പെയ്തിറങ്ങണമേ. ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തിപ്പടരണമേ. കത്തിപ്പടരണമേ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഓരോ കുടുംബങ്ങളിലും നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. എല്ലാ മാതാപിതാക്കളിലും നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. എല്ലാ യുവതി യുവാക്കളിലും നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. എല്ലാ കുട്ടികളിലും നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. സമാധാനത്തിന്റെ ആത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പരസ്പര സ്നേഹത്തിന്റെ ആത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ക്ഷമയുടെ ആത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ദുഃഖഭാരങ്ങൾ അകറ്റുന്ന ആത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പെയ്തിറങ്ങണമേ ഞങ്ങളുടെ മേൽ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ എല്ലാവരും ചേർന്ന് പാടാം. എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, നിന്റെ വാക്കുകൾ ഞങ്ങളിൽ നിറവേറട്ടെ. നിന്റെ കാരുണ്യമനുസരിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. നിന്നെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ ചൈതന്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി വയ്ക്കാം. നമ്മുടെ കൊച്ചു കുടുംബാംഗങ്ങളെല്ലാവരും ഈശോയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ. ഈശോ ഇതാ ഇവിടെ മനുഷ്യനായി തീരുകയാണ്. അനുഗ്രഹമായി, സാന്നിധ്യമായി, കൃപയായി, പുതിയൊരഭിഷേകമായി ഈശോ നമ്മുടെ കുടുംബങ്ങളിൽ ജന്മമെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ നമ്മുടെ കുടുംബത്തിൽ
ഈശോയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും സ്നേഹവും വിടുതലും നൽകി അവിടുന്ന് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നന്ദിയോടെ ഉയർത്തിയ കരങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാം സമർപ്പിക്കാം. സർവത്തെയും അവിടുന്ന് ആശീർവദിക്കുകയാണ്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സകല സാഹചര്യങ്ങളും ഈ നിമിഷം കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം, പുതിയൊരു അഭിഷേകം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിരന്തരമായി വായിച്ച് ഉരുവിട്ട് ധ്യാനിച്ച് അഭിഷേകം നേടേണ്ട വചനം 2 സാമുവൽ 22:7. 22:7. 2 സാമുവൽ 22:7. 2 സാമുവൽ 22:7. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ആമേൻ.